ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള ഡിസ്ചാർജ് നമുക്ക് പീരിയഡ്സ് തുടങ്ങുന്നതിന് മുൻപ് വരുന്നത് ഇംപ്ലാന്റേഷന്റെ ലക്ഷണമാണോ എന്ന ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് പറയാറുണ്ട് പീരിയഡ്സിന്റെ ആ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് വരുന്ന ആ ഒരു സമയത്ത് ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ ഉള്ള ഡിസ്ചാർജ് വരുന്നുണ്ട്, ഇത് പ്രഗ്നന്റ് ആകുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ബ്ലീഡിങ് ഇൻക്രീസ് ആകുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ നമുക്ക് എന്തെല്ലാം കേസുകളും ഉണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു ബ്ലീഡിങ് അല്ലെങ്കിൽ ഒരു സ്പോട്ടിങ് നമുക്ക് ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീക്ക് അവരുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഓരോ സമയത്തും ഈ ബ്രൗൺ കളറിലും ബ്ലാക്ക് കളറിലുമുള്ള ഡിസ്ചാർജ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് പല സിറ്റുവേഷനുകളനുസരിച്ചിട്ട് വളരെയധികം നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ ആദ്യത്തെ ബ്ലീഡിങ് പോയതിനു ശേഷം പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഒരു ബ്ലഡ് നമുക്ക് പീരിയഡ്സ് കഴിഞ്ഞ് ആ പീരിയഡ്സിന്റെ ആ ഒരു ഡേ 1 മുതൽ ഒരു 10ാമത്തെ ദിവസമൊക്കെ കുറച്ചായിട്ട് ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ആയിരിക്കും പോകുന്നത്. അത് അവിടെ ശരീരത്തിൽ നിന്നതിന് ശേഷമാണ് അതിന്റെ ഒരു കളറിൽ ചേഞ്ചസ് വന്നത് കൊണ്ടാണ് ബ്ലാക്കിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ പുറത്തേക്ക് പോകുന്നത്. ആ ഒരു ബ്ലീഡിങ് നിങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എക്സസൈസുകളോ അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോയാലോ നമുക്ക് ആ ഒരു ബ്ലീഡിങ് വരുന്നതിന്റെ അളവ് കുറച്ച് പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഒരു മിഡ് സൈക്കിൾ ബ്ലീഡിങ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ ചില സ്ത്രീകളിൽ ഒരു ഓവുലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഒരു പീരിയഡ്സ് അടുക്കുന്നതിന് മുൻപായിട്ട് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ഇത്തരത്തിലുള്ള സ്പോട്ടിംഗ് അനുഭവപ്പെടാറുണ്ട്. പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ചിലർക്ക് അനുഭവപ്പെടാൻ കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഒരു ബ്ലഡ് അടുത്ത പീരിയഡ്സ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നത് കൊണ്ടും പല സ്ത്രീകളിൽ ബ്ലാക്കും ബ്രൗണും നിറത്തിലുള്ള സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. മൂന്നാമത്തേതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിട്ട് കാത്തിരുന്ന ടോപ്പിക്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്. ചില സ്ത്രീകളിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നത് ബ്രൗൺ കളറിലായിരിക്കും. കട്ട ബ്ലാക്ക് കളറിലാണ് എന്ന് ഞാൻ പറയില്ല, ബ്രൗൺ കളറിലായിരിക്കും നമുക്ക് ആ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ക്ലോട്ട്സ് ഒന്നുമില്ലാതെ വാട്ടറി ആയിട്ടുള്ള ഒരു ബ്ലഡ് ആയിരിക്കും ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ബ്ലീഡിങ്ങിൽ ഉണ്ടാവുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് നമുക്ക് ഉണ്ടായി കഴിയുന്നത് ഏകദേശം ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 12 ദിവസത്തിന് അകത്തായിരിക്കും. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആയിരിക്കും ഇംപ്ലാന്റേഷൻ സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകളിലും അനുഭവപ്പെടുന്നത്. അപ്പോൾ ചില സ്ത്രീകളിൽ ഈ മെൻസ്ട്രൽ സൈക്കിളിന്റെ പകുതിക്ക് വെച്ചിട്ടൊരു 6 to 12 ഡേയ്സിനകത്ത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിനകത്ത് ഈ ഒരു ബ്ലീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടും ഉണ്ടാകാം. അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് പെൽവിക്കില് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പെയിൻ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടാം. നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്ത് ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ നമുക്ക് ഉണ്ടാകാം. ഈ ഒരു സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെൽവിക്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അനുഭവപ്പെടുന്നതെങ്കിൽ ആ ഒരു സ്പോട്ടിങ് വന്നതിന് ശേഷം നമുക്ക് ഹെവി ആയിട്ടുള്ള പെയിനോ അതല്ലെങ്കിൽ നമുക്ക് പനിയോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അടുത്തൊരു കേസിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് അവരിലെ ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷനുകളിലാണ്. ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാകുന്നത് സ്ത്രീകളിൽ PCOD ഉണ്ടാകുന്ന സമയത്തോ തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്തോ അവർക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ ഓവുലേഷൻ നടന്നുകൊള്ളണമെന്നില്ല. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ബ്രൗൺ കളറിലോ ബ്ലാക്ക് കളറിലോ ബ്ലീഡിംഗ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി ഈ ഒരു ബ്ലീഡിംഗ് സാധാരണയെ അപേക്ഷിച്ചിട്ട് കൂടുതലായിരിക്കും. അതായത് ഒരു 1-2 ദിവസമൊക്കെ നമുക്ക് നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ആയിരിക്കും. ഈ ഒരു മറ്റുള്ള സിറ്റുവേഷനൊക്കെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. ഇനി അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ബ്ലീഡിംഗ് ഉണ്ടാകും. ഓവുലേഷൻ നടക്കുന്നതിന്റെ ബ്ലീഡിങ് ഓവുലേഷൻ നടക്കാത്ത ബ്ലീഡിങ്ങിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന സ്പോട്ടിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം തന്നെ വളരെ കുറച്ച് മാത്രമുള്ള സ്പോട്ടിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഒരു ഓവുലേഷൻ നടക്കാത്തൊരു സ്പോട്ടിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ചിലപ്പോൾ പീരിയഡ്സിന്റെ പോലെ ഈക്വൽ ആയിട്ട് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന തരത്തിലുള്ള പീരിയഡ്സ് ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ.
അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചില സ്ത്രീകളിൽ അബോർഷൻ ഉണ്ടാകുമ്പോഴോ എക്ടോപിക് പ്രഗ്നൻസീസ് ഉണ്ടാകുമ്പോഴോ ഇത്തരത്തില് ബ്രൗൺ കളറിലെ ബ്ലഡ് വന്നിട്ട് അത് പിന്നീട് ഇൻക്രീസ് ആയിട്ട് തുടങ്ങാറുണ്ട്. അബോർഷൻ ഉണ്ടാകുന്ന നമുക്കിപ്പോൾ കെമിക്കൽ പ്രഗ്നൻസീസ് ഉണ്ടാകുന്ന സമയത്തോ അതായത് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ആ ഒരു മിസ്കാരേജ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടോ എക്ടോപിക് പ്രഗ്നൻസി അതായത് നമുക്ക് ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടോ ഇത്തരത്തില് ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങോട് കൂടി അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ ബ്ലീഡിങ്ങോട് കൂടി തുടങ്ങിയതിനു ശേഷം നമുക്ക് പിന്നീട് അങ്ങോട്ട് എക്സസ് ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ഏത് സമയത്താണോ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഈ ഒരു ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് അതിനെ അപേക്ഷിച്ചാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് നമുക്കൊരു പീരിയഡ്സ് ആയിട്ട് ഒരു 10ാമത്തെ ദിവസമൊക്കെയാണ് നമുക്ക് വരുന്നതെങ്കിൽ അത് നമുക്ക് ആ ഒരു ലെഫ്റ്റ് ഓവർ ബ്ലഡ് പോകുന്നതായിരിക്കും. അതുപോലെ പീരിയഡ്സ് ആകാൻ പോകുന്നത് 2-3 ദിവസം മുൻപാണ് നടക്കുന്നതെങ്കിൽ അത് പ്രിമെൻസ്ട്രൽ സ്പോട്ടിംഗ് ആയിരിക്കും. ഈ രണ്ട് സിറ്റുവേഷനുകളും നമുക്ക് കുഴപ്പമില്ലാത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിന്റെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ജസ്റ്റ് മൈൽഡ് ആയിട്ടുള്ള സ്പോട്ടിങ്ങും നമുക്ക് പ്രശ്നമില്ലാത്തതാണ്. കാരണം ആ ഒരു സിറ്റുവേഷൻ ഓവുലേഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓവുലേഷൻ 6 മുതൽ 12 ദിവസത്തിനകത്തുമാണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ അതും നമുക്ക് ആ ഒരു സമയത്ത് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ ഓരോ മാസവും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ മാസവും ഈ ഒരു വ്യത്യാസം നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഓരോ മാസവും ഒരു സ്ത്രീക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് റെക്കറന്റ് ആയിട്ട് ഓരോ മാസങ്ങളിലും അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് മുഖവിലേക്ക് എടുക്കണം. ഒരു ഡോക്ടറെ പോയി കാണണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.